ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെഡ്ഡിങ് ഡേ ആണ്. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള വലിയ വേളി ചർച്ചിൽ വെച്ചിട്ടാണ് വെഡ്ഡിങ് നടക്കുന്നത്. വെഡ്ഡിങ് മുകളിലും പിന്നെ റിസപ്ഷൻ തൊട്ട് താഴെയുള്ള ഓഡിറ്റോറിയത്തിലും തന്നെയാണ്. ചർച്ചിൻ്റെ തന്നെ ഓഡിറ്റോറിയമാണിത്. ഇത് പോകുന്ന വഴിയാണ് ഗൂഗിൾ ചേച്ചി പണി പറ്റിച്ചിട്ട് അവസാനം കടലിൻ്റെയും തോടുകളുടെയും ഇടയിൽ കൂടെയൊക്കെ പോകേണ്ടി. ഇത് റോഡല്ല, മീൻസ് ഒരു ബണ്ട് എന്നൊക്കെ പറയും, ബണ്ട് റോഡ്. ഇവിടെ അങ്ങനെയാണ് പറയുന്നത്, ഓരോ സ്ഥലത്ത് വ്യത്യസ്ത രീതിയിലാണ് പറയുന്നത്. ഇടയ്ക്ക് റോഡ് ക്ലോസ്ഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ മുന്നോട്ട് പോകാൻ പറഞ്ഞതുകൊണ്ട് പിന്നെ അതുവഴി എവിടെയൊക്കെ ചുറ്റി പറക്കി ചെന്നെത്തി. ഇതാണ് മക്കളെ 5 തെങ്ങ് കോട്ട, അതായത് ബ്രിട്ടീഷുകാർ കെട്ടിയെന്ന് പറയണേ. എനിക്കറിയത്തില്ല, കെട്ടിയെന്ന് എല്ലാവരും പറയണ ഒരു കോട്ട. ഇവിടെ എൻട്രൻസ് ഒക്കെ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഓപ്പോസിറ്റ് സൈഡ് തന്നെ ഒരു ലൈറ്റ് ഹൗസും ഉണ്ട്. ഇവിടെ എൻട്രൻസ് ഫീ ഒന്നും ഇല്ല, നമുക്കിഷ്ടമുള്ളപ്പോൾ. ചില സമയത്ത് ഇത് പൂട്ടി ഇട്ടിട്ടുണ്ടാവും, അല്ലാതെ വരുന്നവർക്കൊക്കെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ബീച്ച് സൈഡിൽ കൂടെയാണ് പോകുന്നത്. ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞു വീടുകളുണ്ട്, വീട് നശിച്ചു പോയ വീടുകളുണ്ട്. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ കൂടെ പോകാനായിട്ട്, വേറൊരു വൈബിൽ ചെന്നെത്തും. പിന്നെ ഞങ്ങളിന്ന് രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്കൊന്നും കഴിക്കാമെന്ന് വിചാരിച്ചിറങ്ങാൻ നേരത്ത് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതുകൊണ്ട് അത്രയും ലേറ്റായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പൊതുവേ ഞാനാണ് ലേറ്റ് ആവാറ്. എനിക്ക് എന്തെങ്കിലും രാവിലെ ഇറങ്ങണം എന്ന് പറയുമ്പോൾ അപ്പോഴായിരിക്കും. അത് പൊതുവേ എല്ലാ സ്ത്രീകൾക്കും ഉള്ളതാണ്. എന്തെങ്കിലും വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങണം എന്ന് പറയുമ്പോൾ അത് ഗ്യാസ് ഓഫ് ചെയ്തോ, ബാക്കിൽ ലൈറ്റ് ഓഫ് ചെയ്തോ, ഡോർ അടച്ചോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത, താക്കോലെടുത്തോ എന്നൊക്കെ ഒരു ചിന്ത. എപ്പോഴും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണം, പിന്നെ ഹസ്ബൻഡ് വായിന്ന് എന്തെങ്കിലും കേൾക്കാതെ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ഇത് ഈ പോകുന്ന വഴിയാണ്, എന്ത് ഭംഗിയല്ല കാണാൻ. നിങ്ങൾക്ക് നേരിട്ട് കാണുന്നതായിരിക്കും ഇത്തിരി കൂടെ ഭംഗി. ഇത് കറക്റ്റ് സ്ഥലമൊന്നും എനിക്ക് അറിയണ്ട, ഞാൻ വീട്ടിൽ നിന്ന് പുറത്ത് അധികം ഇറങ്ങാത്തത് കൊണ്ട്. ഇപ്പോൾ ജോലിക്ക് വന്നതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ കാണാൻ തുടങ്ങിയത്. ഇതാണ് നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം. എന്ത് ഭംഗിയല്ലേ ചേച്ചിയുടെ വൈറ്റ് ഡ്രസ്സ് കാണാൻ വേണ്ടി. പിന്നെ അവരുടെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇടയ്ക്കൊന്നും എനിക്ക് വീഡിയോ കിട്ടിയില്ല. ഞാൻ ഡെക്കറേഷൻ്റെയൊക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഒന്നും നടന്നില്ല, കാരണം നമുക്ക് കറക്റ്റ് സമയത്ത് സെറ്റ് ആവാത്തതുകൊണ്ട്. പിന്നെ പണി മേടിച്ച് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് വേണ്ട, അതൊക്കെ ഞാൻ ഒഴിവാക്കി. ഉള്ള വീഡിയോ കൊണ്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ബ്രൈഡ് കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് ബ്രൈഡ് ചെന്ന് സാരി ഉടുത്തിട്ട് വന്നു. എന്ത് ഭംഗിയാണ് ആ റെഡ് സാരി കാണാൻ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നവരെ ബ്രൈഡിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊടുക്കും, കാരണം ഒരു പ്രത്യേക ഒരു ഭംഗി. വൈറ്റ് കണ്ടിട്ടാണോ ഇനി റെഡിൽ കണ്ടതുകൊണ്ടാണോ വ്യത്യാസമെന്ന് എനിക്കറിയില്ല. പിന്നെ അവരുടെ തന്നെ വക കുറച്ച് ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ റിലേറ്റീവ്സിൻ്റെ കാര്യം അടിപൊളിയായിരുന്നു. പ്രോഗ്രാം ഒന്നും വലിയ കുഴപ്പമില്ലാതെ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.